സിറ്റിയിലുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളും അലർട്ട് ചെയ്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഫാക്സിൽ ഫോട്ടോ അയച്ചു. 2 മണിക്കൂറിനുള്ളിൽ മോൾ എവിടെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും സാർ. അറിഞ്ഞാൽ മാത്രം പോരാ, കിട്ടണം. പറയൂ അങ്കിൾ. ആ പയ്യൻ അടുത്ത് തന്നെ ഉണ്ടോ മോളെ? ദൂരെ നിൽക്ക അങ്കിൾ. എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ് നടക്കുന്നത്. നീ സൂക്ഷിക്കണം. ശരി അങ്കിൾ. ആ മോളെ, ആ ഫോൺ അത്ര സേഫ് അല്ല. സിഗ്നൽസ് ഉള്ളിൽ ട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതും കളഞ്ഞേക്കാം. ഓക്കെ അങ്കിൾ. എത്ര ഹാപ്പിയാണ് ഞാൻ, എത്ര ഫ്രീ ആണ് ഞാൻ. ഏയ്, എന്താ ഇത്? എനിക്ക് ഇത്ര സന്തോഷം തന്നിട്ട് നീ എന്താ ഡള്ളായിട്ടിരിക്കുന്നേ? ഇന്നലെ രാത്രി കിട്ടിയ ഷോക്ക് അതല്ലേ? ഐ ലവ് യു പറയാന്ന് പറഞ്ഞ് വിളിച്ച് ലോറി കയറ്റിക്കൊണ്ടുവന്ന് കാട്ടിലിട്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഇന്നലെ വരെ സൈലന്റ് മോഡിലായിരുന്നു, ഇന്നെന്താ വൈബ്രേറ്റ് മോഡിൽ? എങ്ങനെ ആകാതിരിക്കും? ഇന്നലെ വരെ സെക്യൂരിറ്റികൾക്കിടയിൽ ഇൻസെക്യൂർ ആയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഈ പുതുവർഷത്തിൽ നിന്നോടത്തൊരു പുതിയ ലൈഫ്. ഐ ആം സോ എക്സൈറ്റഡ്. കൊള്ളാം രാജ്, നീ എനിക്ക് വേണ്ടി എത്ര റിസ്ക് എടുത്ത 3 ടെസ്റ്റുകൾ പാസ്സായത്. ഐ ലവ് യു. ഈ 3 വേർഡ്സ് പറയാൻ ഇതിലും റൊമാൻറ്റിക് ആയ ഒരു പ്ലേസ് വേറെ എവിടെയുള്ളേ? അതുകൊണ്ട് അത് പറയേണ്ടത് ഇവിടെയല്ല, ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച. ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച് പറയുന്ന എന്തിനാ? ജനറലി ലവ് മാറ്ററെ പറ്റി നിന്റെ വീട്ടിൽ വന്ന് പറയാൻ പറഞ്ഞാൽ പറയാം, എന്റെ വീട്ടുകാരോട് പറയാൻ പറഞ്ഞാലും പറയാം. പിന്നാലെ വേറൊരു വ്യക്തി. രാജിത, അവര് തന്നെയാ. കിട്ടിയാ കൊല്ലും നമ്മളെ. ആദ്യം ആർക്കാ ചാവേണ്ടത്? എല്ലാരും കൂടി എന്നെ നോക്കുന്നതിനാടാ സാർ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒരു ലേഡി മസാജ് കിട്ടിയിട്ട് ചാവണമെന്ന് ആഗ്രഹമുണ്ട്. അത് അറേഞ്ച് ചെയ്തിട്ട് സാർ എന്നെ കൊന്നോ. എല്ലാരും താഴെ ഇരിക്കുമ്പോ നീ മാത്രം എന്താടാ മോളിൽ കയറിയിരിക്കുന്നത്? എവിടെ ഇരുന്ന എന്താ സാറേ? നിങ്ങൾ കൈകാര്യം ചെയ്തതിന് ശേഷം കീഴും മേലും എല്ലാം ഒരുപോലെയാ തോന്നുന്നത്. എടാ, അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിനക്ക് പകരം ഡാൻസ് മാസ്റ്റർ ആയിട്ട് പോയപ്പോ നീ എന്തുണ്ടാക്കായിരുന്നു? സാർ, ഫേസ് ടു ഫേസ് ഫ്രാങ്ക് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. മോളെ അടിച്ചോണ്ടോ ഇപ്പൊ സാർ എന്തുണ്ടാക്കിയോ അത് തന്നെ ഞാൻ അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, അവന്റെ പ്ലാൻ എന്താണെന്ന് പറ. ഞാൻ നിങ്ങളെ വിട്ടേക്കാം. അമ്മയാണ് സത്യം. ഞാൻ അറിഞ്ഞൂടാ സാർ. അവനെ പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ സാർ. അവനുമായിട്ട് മറ്റൊരു ബന്ധമില്ല സാർ. സത്യമാ സാർ. സാർ, അവൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല സാർ. പക്ഷെ പ്രാക്ടിക്കൽ ആകുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ മുക്കിക്കളഞ്ഞെന്ന്. ഏയ്, ആ ഫോണിങ്ങണ്ട്. എന്ത് സാറേ, സാറിന്റെ ഫോണിൽ പൈസ ഇല്ലേ? അല്ല, തരാം. വിളിച്ചോ. അവൻ ഡെഫിനറ്റായി നിന്നെ ഫോൺ ചെയ്യും. അവൻ ചെയ്യില്ല സാർ. സത്യമായിട്ട് അവൻ എനിക്ക് ഫോൺ ചെയ്യില്ല. അഥവാ അവൻ ചെയ്താൽ ബോംബെ മുംബൈ ആയതുപോലെ, മെഡ്രാസ് ചെന്നൈ ആയതുപോലെ ഈ ഡാൻസ് മാസ്റ്റർ രംഗീല, നിങ്ങളുടെ ഡ്രൈവർ രംഗീലാക സാർ. അവൻ ഫോൺ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്നത് പോലെ തന്നെ തിരിച്ചു കൊണ്ടുവിട്ടേക്കാം. എങ്ങോട്ട് പോയാലും കല്ലും മണ്ണും അല്ലാതെ റോഡ് കാണുന്നില്ലല്ലോ. ഏയ്, ആ ഫോണിൽ തന്നെ ഫോണോ? അർജന്റായിട്ട് വിളിക്കേണ്ടതാ. ഓ സോറി, ആ ടെൻഷനിൽ നിന്റെ അടുത്ത് വന്നപ്പോ ഫോൺ വീട്ടിൽ വെച്ച് ഞാൻ മറന്നുപോയി. നീയപ്പോ ഫോൺ പോലും എടുക്കാതെ കൈയും വീശിങ് പോന്നല്ലേ? അപ്പൊ നിന്റെ ഫോൺ എവിടെ? വലിയ ഉത്തരവാദിത്തമുള്ള ആള്. അവന്മാരുമായിട്ട് തല്ലുണ്ടായപ്പോ ഡാൻസ് സ്കൂളിൽ വീണുപോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല അല്ലേ? ഹലോ, നമ്മൾ എവിടെ ഉണ്ടെന്ന് ഒരാളെങ്കിലും അറിയണം. അതിനൊരു ഫോൺ തരുന്ന മണ്ടനെ കിട്ടണം. ഓ ക്രാപ്പ്. എന്ത് പറ്റി ഡാർലിംഗ്? പെട്രോൾ തീർന്നു പോയി ഡാർലിംഗ്. പെട്രോൾ തീർന്നു പോയെന്നോ? ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്? കാട്ടില. കാട്ടിലോ? ജംഗിൾ. ശ്രീശൈലം. നിന്നോട് ഞാൻ ലോങ് ഡ്രൈവിന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ ഈ കാട്ടിലേക്ക് എന്തിനാ കൊണ്ടുവന്നത്? ഞാൻ കൊണ്ടുവന്നതല്ല ഡാർലിംഗ്. നീ എന്നെ കയറി മെല്ലെ ഇങ്ങനെ പിടിച്ചപ്പോ പിടിച്ചത് ഇഷ്ടമായിട്ടോ പിടിച്ച സ്ഥലം ഇഷ്ടമായിട്ടോ എന്നറിയില്ല. പെട്രോൾ തീർന്നപ്പോഴേ ശരിക്കും എനിക്ക് ബോധം വന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? Who is this forest group? ഹലോ, ഐ എം രാജ്. ചൈത്ര, നമസ്കാരം. I am Prabha Kumar, the love guru. ലവ് ഗുരു എന്ന് പറഞ്ഞ 0.5 FM? 0.5 അല്ല ബ്രോ,
93.5 FM. സാർ ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. ഫോറസ്റ്റിലും ഫാൻസാ? God must be crazy, ah? ഗുരുജി നിങ്ങൾ FM-ലെ ലവേഴ്സിനോട് പറയുന്ന ആൻസർ കേട്ട് ത്രില്ല് അടിച്ചാ ഞാൻ ഇവിടെ തട്ടിക്കൊണ്ട് വന്നത്. Really? എന്റെ ആൻസറിൽ അത്രയ്ക്ക് ഫയർ ഉണ്ടോ? ബെസ്റ്റ് ഫയർ അല്ലേ? well done, bro, well done. ഇങ്ങനെ വെറും ഒരു വെൽഡൻ മാത്രം പറഞ്ഞാൽ മതിയോ? ഈ വിഷയം എന്റെ ഫ്രണ്ട്സിനോട് പറയണോ വേണ്ട? Naturally. നിന്റെ ഫോണിന് എന്താ പറ്റി ബ്രോ? പെണ്ണിനെ തട്ടിക്കൊണ്ട് വരുമ്പോൾ ആരെങ്കിലും ഫോൺ എടുക്കാറുണ്ടോ? സിഗ്നൽ കിട്ടില്ലേ ഗുരുജി? സ്മാർട്ടാ. ഏതായാലും എന്റെ ശിഷ്യനല്ലേ, വിളിച്ചോ. ഔട്ട് ഗോയിങ് ഫ്രീ. FM കാർ അടച്ചോളും. താങ്ക്സ് ഗുരുജി. The number you're trying to reach is currently not reachable. So what is the message? The number you're trying to reach is സാർ, എന്താടാ? ബസ് കണ്ടക്ടർമാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒരിടത്ത് ഇരുന്ന് സംസാരിച്ചൂടെ സാർ? സിറ്റ് ഡൗൺ. അയ്യോ കഷ്ടമുണ്ട് സാറേ, പള്ളിക്കൂടത്തിലെ മണി പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കുന്ന എന്തിനാ സാറേ അവന് ഫോൺ വന്നു. അൺനോൺ നമ്പർ സാർ, വേണമെങ്കിൽ നോക്കിക്കോ. സംസാരിക്കാം. എന്തിനാ സാർ സംസാരിക്കുന്നത്? ബെല്ലാരി സാർ പറഞ്ഞത് കേട്ടില്ലേ, സംസാരിക്കേ. എടാ രംഗി, എന്താ മാസ്റ്റർ ജി, എന്നെ എന്തിനാ വിളിക്കുന്നത്? അതെന്താ താനില്ലായിരുന്നെങ്കിൽ എനിക്ക് ചൈത്രയും കൊണ്ട് രക്ഷപ്പെട്ട് ഇത്രയും ദൂരം വരാൻ പറ്റുമായിരുന്നോ? അതുകൊണ്ടാ ഞാൻ ഫസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ തന്നോട് പറയാൻ വേണ്ടി വിളിച്ചത്. പൊന്നു മോനെ, തങ്കക്കുടമേ, എനിക്ക് സന്തോഷായടാ. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ എങ്ങനെയുണ്ട്? അവരൊക്കെ മുളകിട്ട് വെച്ച കറിയുന്നിടത്ത് മീനുകളെ പോലെ ഉണ്ട്. മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾ എവിടെ ഉണ്ടെന്നറിയോ? നിന്റെ അമ്മായി അച്ഛന്റെ വീട്ടില്. എവിടെയാടാ നീ തന്തയില്ലാത്തവനെ? എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ ആരുടെ തന്തയാണെങ്കിലും അവനെ അറിയാൻ. എവിടെയാടാ എന്റെ മോളെ? 160 പൗണ്ട് വെയിറ്റും 178 സൈസ് ഹൈറ്റും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ശരീരവും നിന്നെ പോലുള്ളവരെ നേരിടാനുള്ള ധൈര്യമുള്ള ഒരുത്തിന്റെ കൂടെ. മനസ്സിലായില്ല അമ്മവ? അവൾ ഈ രാജിന്റെ കൂടെ ഉള്ളത്. നീ കളിക്കുന്നത് നിന്റെ ജീവൻ കൊണ്ടാ. ബൈ ബർത്ത് അതെനിക്കൊരു ഹോബി ആയിപ്പോയി. നിന്നെ എന്റെ കൈ കിട്ടിയാൽ വെട്ടി വെട്ടി അരിവിടാ ഞാൻ. എന്നെ പിടിച്ച ഞാൻ നിന്റെ മുമ്പിൽ വെറുതെ കൈയും കെട്ടി നിന്ന് തരാം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്റെ ജീവൻ എടുക്കൂടാ. അതുവരെ ഞാനും നിനക്ക് അനുവാദം തരാം. ട്രൈ ചെയ്തോ. നീ വെറുതെ പറച്ചിലേ ഉള്ളൂ, പക്ഷെ ഞാൻ പ്രവർത്തിക്കണം. നിന്നെ ഞാൻ സാർ ആവേശപ്പെടരുത്. സമാധാനമാണ് വേണ്ടത്. അവന്റെ കയ്യിലുള്ളത് നിങ്ങളുടെ മകള് മാത്രമല്ല, 10,000 കോടികളാണ്. സാർ ഇപ്പൊ വന്ന ഇൻകമിംഗ് കോൾ നമ്പർ ഇൻസ്പെക്ടർക്ക് സെൻഡ് ചെയ്യും. ശരി സാർ. അവൻ ഫോൺ ചെയ്തില്ല. അവൻ ചെയ്തു സാർ, പക്ഷേ ഞാൻ പച്ചമുളക് അരച്ചതും ഉണക്കമുളക് അരച്ചതും കാന്താരി മുളക് അരച്ചതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നിന്റെ മധ്യപ്രദേശത്ത് വെച്ചാൽ ആന്ധ്രാപ്രദേശ് വരെ അറിയാം. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ ശിഷ്യ. ബാറ്ററി മൊത്തം തീർന്നല്ലോ. ശരി, കുറച്ച് വണ്ടി തള്ളു, സംസാരിച്ച് പോവാലോ. ഞങ്ങൾക്ക് പോണ്ട അങ്ങോട്ടാ ഗുരു, വിഷമിക്കണ്ട. നിങ്ങളുടെ ഫാൻസ് ഇപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഫാൻസാ? അങ്ങനെ ഓ, പോലീസ് ഫാൻസാ? ക്രൈസി കോപ്പ്. സുമോ എന്നൊരു സുമോ ഇറങ്ങുന്നവരുണ്ട്. എന്താടാ? ഏയ് ഫാറ്റി കോപ്പ്. പെട്രോൾ ഇങ്ങനെ വന്നതാ? ആണെങ്കിൽ എന്താടാ? ഏയ് ഒന്നുമില്ല, പെട്രോൾ തീർന്നു പോയി. കുറച്ച് പെട്രോൾ നൽകൂ. കുറച്ചാക്കണ എന്തിനാടാ? ടാങ്ക് ഫുള്ളാക്കാം. ആട്ടെ, നിനക്ക് സാധാരണ മതിയോ അതോ എക്സ്ട്രാ പവർ വേണോ? ഈ എക്സ്ട്രാ പവർ ആവുമ്പോ കുറച്ച് സ്പീഡിൽ പോവാലോ. സ്പീഡിൽ പോണോ അല്ലേ? അത് നമുക്ക് ശരിയാക്കാം. ആട്ടെ, നിന്റെ പേരെന്താ? പ്രഭകുമാർ, ദ ലവ് ഗുരു. ഈ അടുത്ത് നിൽക്കുന്ന പ്രഭയുടെ ആരാ? ഏയ് വാട്ട് എ സില്ലി ക്വസ്റ്റ്യൻ ബ്രോ. മൈ ഗേൾഫ്രണ്ട്. ഗേൾഫ്രണ്ടോ? യാ, ഹോസ്റ്റൽ പീസ്. അത് ശരി. എവിടെ ഈ വണ്ടി കണ്ടു വീണോ അതോ നിന്നെ കണ്ടു വീണോ? കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കരുത്. ഹലോ സർ, അയക്ക്, നീ സെക്കൻഡ് കൊടുക്കണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഡേയ്, യെസ്. ശരിക്കും ഈ ഫോറസ്റ്റിൽ എന്തിനാടാ വന്നത്? വാട്ട് ബ്രോ, ബോഡി വലുതായെങ്കിലും ബ്രെയിൻ വലുതായില്ലല്ലേ. ലോങ് ഡ്രൈവിന് വന്നതാ. എന്തുവാടാ? സിറ്റിയിൽ നിന്ന് ശ്രീശൈലം ഫോറസ്റ്റ് വരെ ലോങ് ഡ്രൈവ് ചെയ്തു. എന്റെ ചെവിയിൽ എന്താണെന്നാടാ നീ വിചാരിച്ചത്? പൂടെയല്ലേ ബ്രോ? അപ്പോ കളിയാക്കാനൊക്കെ അറിയാല്ലേ? അതിരിക്കട്ടെ, നിന്റെ ഫോണിൽ നിന്ന് ഇപ്പൊ ഫോൺ ചെയ്തവൻ ആരാടാ? എന്റെ ശിഷ്യനാ ബ്രോ. ഇപ്പോഴാണ് ലവറുമായിട്ട് സൈറ്റ് സീയിങ്ങിന് പോയത്. അവൻ നിന്റെ ശിഷ്യനോ? ഏയ് സാധാരണ ശിഷ്യനല്ല, എന്റെ ലവ് ശിഷ്യൻ. അവൻ ആരുടെ മകളെയാണ് അടിച്ചോണ്ട് വന്നിരിക്കുന്ന അറിയോ നിനക്ക്? ഏതോ ബെക്കാഡിയുടെ മകളാണെന്ന് പറയുന്നത് കേട്ടു. ബെക്കാടിയുടെ മകളെയൊന്നും അല്ലടാ, ബെല്ലാരിയുടെ മകളെ. ബെല്ലാരിയ? ആരവൻ?
സാർ എന്താണ് സാർ ഇത്? കള്ളന്മാരെ പോലെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കൺട്രിയിൽ ഒരു സെലിബ്രിറ്റിയോട് ഇങ്ങനെ കാണിക്കുന്ന അനീതിയല്ലേ സാർ? എവിടെയാടാ? എവിടെ അവൻ? ബെല്ലാരിയുടെ മകളെ അടിച്ചോണ്ട് നിന്റെ ലവ് ശിക്ഷൻ എവിടെയാണോ ചോദിച്ചത്? സാർ സാറിന്റെ ലാത്തി ഒന്ന് പൊക്കോ. ഈ ലാത്തി തൊട്ട് ഞാൻ സത്യം ചെയ്യാം സാർ, അവനെ എനിക്ക് അറിഞ്ഞൂടാ. ആ കാട്ടിൽ വെച്ചാ ഞാൻ അവരെ കണ്ടു. അയ്യോ വീണ്ടും കിട്ടി. ആഹാ, കണ്ടിട്ട് അവൻ നിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിച്ചിട്ട് അവൻ അങ്ങോട്ടും പോയി, നീ ഇങ്ങോട്ടും വന്നല്ലേ? കൊച്ചു കള്ളൻ. ഇതാ സാർ ഇത്ര ചെറുപ്പത്തിലെ SI ആയത്. പിന്നെ എന്തിനാ തല്ലുന്നത്? SI അല്ലടാ ഞാൻ, CI. സാർ കാത്തിരുന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് വീണ് കിട്ടിയ ഒരു ഫിഗറാ സാർ. ഞങ്ങളെ വിട്ടേര്, ഞങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കോളാം. അവനുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല സാർ. യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നീയോ അവനായിട്ട് കാട്ടിൽ എന്ത് ചെയ്യായിരുന്നടാ? നേരത്തെ പറഞ്ഞില്ല ലോങ് ഡ്രൈവിന് വന്നാ. മിണ്ടി പോകരുത്. എന്തുവാടാ? സിറ്റിയിൽ നിന്ന് ശ്രീശൈലം ഫോറസ്റ്റ് വരെ ആരെങ്കിലും ലോങ് ഡ്രൈവിന് വരുവാടാ? ഞാൻ ഇയാളോട് എത്ര നേരം കൊണ്ട് പറയാടോ? അവൾ എന്റെ ബൈക്കിന്റെ പുറകെ കയറിയിരുന്ന് കഷത്തൂടെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചപ്പോ ഞാൻ ശ്രീശൈലം വരെ വന്നുള്ളൂ. താനാണെങ്കിൽ ശ്രീലങ്ക വരെ പോയേനെ. ആണോ? ഓ തന്നെ. സാർ എങ്ങോട്ടാ സാർ? നീ പറഞ്ഞില്ലടാ നിന്റെ ഫിഗറുമായ ഒരു ലോങ് ഡ്രൈവിന് പോവാ ഞാൻ. അയ്യോ ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ സാറേ. നിന്റെ ആ ഫ്ലോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. അവളൊരു കശുവണ്ടി പരിപ്പിന്റെ അത്രയേ ഉള്ളൂ, സാറാണെങ്കിൽ ഒരു കാണ്ടാമൃഗത്തിന്റെ അത്രയേ ഉണ്ട്. ഓ രക്ഷതി രക്ഷിത. ധർമ്മത്തെ നീ സംരക്ഷിക്കുമെങ്കിൽ ആ ധർമ്മം നിന്നെ സംരക്ഷിക്കുമെന്നാ. എന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയിട്ട് 10 ദിവസം. അതുവരെ പാചകം ചെയ്തു തരാൻ ഒരാള് വേണം. അരുമ ശിഷ്യ, ഒറ്റ കോൾ കൊണ്ട് നീ എന്റെ ഗേൾഫ്രണ്ടിന്റെ കോളുകളാക്കിയല്ലടാ പരമനാറി. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ.